അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഖുർആനിലെ 10ാമത് ജുസ്ഇൻ്റെ ഉള്ളടക്കമാണ് ചർച്ചയായിട്ട് വരുന്നത്. ഈ ജുസ്ഇൽ, ഈ പാർട്ടിൽ ഖുർആനിലെ 8ാമത് അധ്യായമാകുന്ന സൂറ അൽ അംഫാലിലെ 41 മുതൽ 75 കൂടിയ വചനങ്ങൾ, അഥവാ അധ്യായത്തിൻ്റെ ബാക്കിയുള്ള മുഴുവൻ ഭാഗവും, അതിൻ്റെ കൂടെ 9ാമത് അധ്യായമാകുന്ന തൗബയിലെ സൂറ തൗബയിലെ 1 മുതൽ 93 കൂടിയ വചനങ്ങളുമാണ് ഉൾച്ചേർന്നിരിക്കുന്നത്. ബദറുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിന് തുടർച്ചയാണ് ഈ ജുസിൻ്റെയും ആദ്യ ഭാഗത്ത് സൂറ അൽ അംഫാലിലെ യുദ്ധാനന്തര സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം വരുന്ന ഈ അധ്യായത്തിൻ്റെ തുടർച്ച. ബദർ യുദ്ധത്തെ യൗമുൽ ഫുർഖാൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു ഈ ഭാഗത്ത് 41ാമത് വചനത്തിൽ. യൗമൽ ഫുർഖാൻ യൗമൽ തഖൽ ജംആൻ, രണ്ട് സംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ ആ ദിനം, സത്യവും അസത്യവും തമ്മിൽ വേർതിരിഞ്ഞ ഫുർഖാനിൻ്റെ ദിനമാണ് എന്ന് വിശദീകരിക്കുന്നു. അങ്ങനെ സൈന്യവുമായി ശത്രുക്കളുമായി നേരിടേണ്ടി വരുമ്പോൾ വിശ്വാസികൾ ഉറച്ചു നിൽക്കാനുള്ള ആഹ്വാനവും ഈ ചരിത്രത്തിൻ്റെ തുടർച്ചയിൽ തന്നെ നൽകുന്നുണ്ട്. അള്ളാഹുവിനെ അനുസരിക്കാനും പ്രവാചകനെ അനുസരിക്കാനും ഭിന്നിക്കാതിരിക്കാനും, അങ്ങനെ ഭിന്നിച്ചാൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും എക്കാലത്തേക്കുമുള്ള വിശ്വാസികൾക്ക് ഉത്ബോധനം നൽകുന്നു 46ാമത് വചനത്തിൽ. വാത്തിയുള്ളാഹ വറസൂലഹു, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, പ്രവാചകനെ അനുസരിക്കണം. വലാ തനാസഉ, നിങ്ങൾ ഒരിക്കലും ഭിന്നിക്കരുത്. ഫതഫ്ശലു, അങ്ങനെ വന്നാൽ നിങ്ങൾ പരാജയപ്പെടും. വതദ്ഹബ റീഹുക്കും, നിങ്ങളുടെ കാറ്റ് പോയി പോകും എന്നാണ്. വസ്ബിറു, അതുകൊണ്ട് ക്ഷമാപൂർവ്വം അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഉറച്ചു നിൽക്കുക. ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, നിശ്ചയം അള്ളാഹു ക്ഷമാലുക്കളുടെ കൂടെയാണ്. തുടർന്നുള്ള ഭാഗത്ത് വിശ്വാസി സമൂഹത്തിൽ പ്രകടമായിരുന്ന, മദീനയിൽ പ്രകടമായിരുന്ന മുനാഫിക്കുകളെക്കുറിച്ചുള്ള വിശദമായ വിശകലനങ്ങൾ തന്നെ വരുന്നു. ആ മുനാഫിക്കുകളായ ആളുകൾ അവരുടെ ഹൃദയത്തിൽ രോഗമുള്ളവരാണ് എന്നും അവർ യഥാർത്ഥത്തിൽ വഞ്ചകരാണ് എന്നും വളരെ കൃത്യമായിട്ട് പച്ചയായിട്ട് ഈ ഭാഗത്ത് ഉദ്ധരിക്കുന്നുണ്ട്. ആ സാമൂഹ്യ ക്രമത്തിനകത്ത് അവർ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, അവരുടെ വിശ്വാസരാഹിത്യം, അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം വിശദീകരിക്കുന്നു. ഒപ്പം അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗ്ഗത്തിൽ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന ആ വിശ്വാസി സമൂഹം, അവർക്കിടയിലെ ഹൃദയ ഇണക്കം, അതിനെക്കുറിച്ചും പരാമർശിക്കുന്നു. അല്ലഫ ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തെ അള്ളാഹുവാണ് ഇണക്കിയത്. ലൗ അൻഫഖ്ത മാഫിൽ അർളി ജമീഅൻ, അല്ലയോ പ്രവാചകരെ, ഭൂമുഖത്തുള്ള സകലതും നിങ്ങൾ ചിലവഴിച്ചാൽ പോലും ഒരിക്കലും അവിടെ ഹൃദയങ്ങളെ ഇണക്കാൻ അങ്ങേക്ക് കഴിയുമായിരുന്നില്ല. മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, അങ്ങക്ക് ഒരിക്കലും അവിടെ ഹൃദയത്തെ ഇണക്കാൻ കഴിയുമായിരുന്നില്ല. വലാകിൻ അല്ലാഹ അല്ലഫ ബൈനഹും, അള്ളയാണ് അങ്ങനെയുള്ള ഒരു ഇണക്കം, ആദർശത്തിൽ അധിഷ്ഠിതമായ ഒരു ഉദാത്തമായ ആദർശ ബന്ധുത്വം നിങ്ങൾക്കുള്ള ഉണ്ടാക്കിയത് എന്ന് പഠിപ്പിക്കുന്നു. വിശ്വാസി സമൂഹത്തോട് യുദ്ധത്തിന് ആഹ്വാനം ചെയ്ത് അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള ആഹ്വാനമുണ്ട് ഈ വിഷയത്തിൽ എന്നല്ല, ഒരു കൃത്യമായ കണക്കും പറയുന്നു. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഉറച്ചു നിൽക്കുന്ന വിശ്വാസികൾ എണ്ണം കുറവാണെങ്കിലും അവർക്ക് വലിയ വിജയങ്ങൾ സാധ്യമാകും എന്നതിൻ്റെ ഒരു തോത് പ്രഖ്യാപിക്കുന്നുണ്ട് 65ാമത് വചനത്തിൽ. ഈ യകും മിൻകും ഹിശ്റൂന സ്വാബിറൂൻ, നിങ്ങളിൽ 20 ക്ഷമാലുക്കളായ കരുത്തരായ ആളുകൾ, അള്ളാഹുൽ ഉറച്ച് വിശ്വസിക്കുന്നവരുണ്ട് എങ്കിൽ യഗ്ലിബൂ മിഅത്തൈൻ, 200 പേരെ പരാജയപ്പെടുത്താൻ ഈ 20 പേർക്ക് കഴിയും. വൈ യകും മിൻകും മിഅത്തുൻ, 100 പേർ ഈ രൂപത്തിൽ കരുത്തരായ ആദർശശാലികളായ ആളുകൾ നിങ്ങളിലുണ്ട് എങ്കിൽ യഗ്ലിബൂ അൽഫം മിനല്ലദീന കഫറു, നിഷേധികളിൽ നിന്ന് 1000 പേരെ പരാജയപ്പെടുത്താൻ അത് മതിയാകും. ബി അന്നഹും ഖൗമുല്ലാ യഫ്ഖഹൂൻ, കാരണം നിഷേധികൾ യാഥാർത്ഥ്യം ഗ്രഹിക്കാത്തവരാണ്, അതുകൊണ്ട് തന്നെ അവർ ഉള്ളു ഇല്ലാത്തവരാണ്, അതുകൊണ്ട് അവരെ പരാജയപ്പെടുത്താൻ കഴിയും എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും ഇതേ വിശകലനങ്ങൾ തുടരുകയാണ്. ഈ വിശ്വാസി സമൂഹത്തോട് ഉത്ബോധനം നൽകുന്ന കൂട്ടത്തിൽ എതിരാളികളായ ആളുകളെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ വളരെ യാഥാർത്ഥ്യപൂർവ്വം അവതരിപ്പിക്കുന്നു ഈ ഭാഗത്ത്. വല്ലദീന കഫറു ബഅ്ദുഹും ഔലിയാ ബഅ്ദ്, നിങ്ങൾ അറിയേണ്ടത് നിഷേധികൾ ഇസ്ലാമിനെതിരെ ഒറ്റക്കെട്ടാണ്, അവർ പരസ്പരം ആത്മമിത്രങ്ങളാണ്. അതുകൊണ്ട് ഇല്ലാ തഫ്അലൂഹു തകും ഫിത്നതും ഫിൽ അർളി വഫസാദുൻ കബീർ, അவ்விதം നിങ്ങളും ഒന്നിച്ചു നിന്നില്ല എങ്കിൽ ഭൂമിയിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകും, വലിയ നാശങ്ങൾ അത് മുഖേന ഉണ്ടായിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ആ അർത്ഥത്തിൽ ഐക്യത്തോടെ മുന്നോട്ട് പോകണം. വല്ലദീന ആമനു വ ഹാജറു വ ജാഹദു ഫി സബീലില്ല, അള്ളാഹുൽ വിശ്വസിക്കുകയും അവൻ്റെ മാർഗം ഉദ്ദേശിച്ചുകൊണ്ട് ഹിജ്റ ചെയ്യുകയും പലായനം ചെയ്യുകയും അവൻ്റെ മാർഗത്തിൽ ധർമ്മസമത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകൾ. വല്ലദീന ആവു വ നസറു, അങ്ങനെയുള്ള ആളുകൾക്ക് അഭയം നൽകുകയും അവരെ സഹായിക്കുകയും ചെയ്തവർ. ഉലായിക ഹുമുൽ മുഅ്മിനൂന ഹഖ, അവരെല്ലാം യഥാർത്ഥ വിശ്വാസികളാണ്. ലഹും മഗ്ഫിറത്തും വരിസുഖുൻ കരീം, അവർക്ക് പാപമോചനമുണ്ട്, ഒരുപാട് വിഭവങ്ങളുമുണ്ട് എന്ന ആശീർവാദവും അനുഗ്രഹവും പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം അവസാനിക്കുന്നത്. ഈ അധ്യായം സൂറ അംഫാലിലെ ഈ അധ്യായത്തിലെ 75ാമത് വചനത്തോടുകൂടി ഈ 10ാമത് ജുസിലെ ഈ അധ്യായത്തിൻ്റെ ഭാഗം അവസാനിക്കുകയാണ്. തുടർന്ന് ഈ ജുസിൽ വരുന്നത്
വിശുദ്ധ ഖുർആനിലെ 9-ാമത് അധ്യായമാകുന്ന തൗബയാണ്, പശ്ചാത്താപം എന്ന അർത്ഥമുള്ള അധ്യായം. ഇത് മദീനയിൽ അവതീർണമായ സൂറയാണ്. ഈ തൗബ സൂറയിലെ ആദ്യ പരാമർശം തന്നെ മുശ്രിക്കീങ്ങളുമായുള്ള ബന്ധവിച്ഛേദനത്തെയാണ് കുറിക്കുന്നത്. ബറാഅത്തും മിനല്ലാഹി വറസൂലിഹി ഇലല്ലദീന ആഅത്തും മിനൽ മുശ്രിക്കീൻ. അള്ളാഹും അള്ളാഹുവിൻ്റെ പ്രവാചകനും ഇതാ മോചന പ്രഖ്യാപനം നടത്തുന്നു. ഇലല്ലദീന ആഅത്തും മിനൽ മുശ്രിക്കീൻ, ബഹുദൈവ ആരാധകർ, കരാറിലുണ്ടായിരുന്ന ബഹുദൈവ വിശ്വാസികൾക്കുള്ള മോചന പ്രഖ്യാപനം, അവരുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് തുടങ്ങുന്നത്. ഈ സൂറയുടെ ഒരു പ്രത്യേകത, ഇത് ബിസ്മി ഇല്ലാത്ത ഒരു സൂറയാണ്. ബിസ്മി കൊണ്ടല്ല ഇത് തുടങ്ങുന്നത് എന്നതാണ്. ഇത് അവതരിച്ചത് ഹിജ്റ 9-ാമത് വർഷത്തിലാണെന്ന് മുഫസ്സിരീങ്ങൾ വളരെ കൃത്യമായി ഐക്യകണ്ഠേന പറഞ്ഞിരിക്കുന്നു. ആ വർഷമാണ് മക്കം ഫത്തഹിന് ശേഷമുള്ള ഈ ആദ്യ വർഷത്തിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഹജ്ജിൻ്റെ അമീറായി ആദ്യത്തിൽ മുസ്ലിം സംഘം ഹജ്ജിന് പോകുന്നത്. അങ്ങനെയിരിക്കെ ഈ വഹി അവതീർണമായപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹുവിനെ ഈ ഉള്ളടക്കം, വഹീൻ്റെ ഉള്ളടക്കം അറിയിക്കാൻ വേണ്ടി മക്കയിലേക്ക് പറഞ്ഞയക്കുകയും ഹജ്ജിൻ്റെ വേളയിൽ അവിടെ വെച്ച് അലി റളിയല്ലാഹു തആല അൻഹു 4 കാര്യങ്ങൾ ഈ സൂറയുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു നൽകിയ നിർദ്ദേശമായിട്ട് അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇസ്ലാം സ്വീകരിക്കാത്ത ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും, ഈ വർഷത്തിന് ശേഷം ബഹുദൈവ ആരാധകരായ ഒരാളും ഹജ്ജിന് വരാൻ പാടില്ല എന്നും, അതുപോലെ തന്നെ നഗ്നരായി കഅബയെ പ്രദക്ഷിണം വെക്കുന്ന രീതി നിരോധിച്ചിരിക്കുന്നു എന്നും, പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കരാറിലേർപ്പെട്ട ആളുകൾക്ക് കാലാവധി തീരും വരെ കരാർ തുടരുകയും കരാറിൽ അവരോട് പാലിക്കേണ്ട മര്യാദകൾ പാലിക്കുമെന്നും, ഇങ്ങനെയുള്ള 4 പ്രഖ്യാപനങ്ങൾ ഈ സൂറയുടെ ഭാഗമായിട്ട് വരികയും അത് അലി റളിയല്ലാഹു തആല അൻഹു ഹജ്ജിൻ്റെ വേളയിൽ പ്രഖ്യാപിക്കുകയും ചെയ്യുകയുണ്ടായി. ഇതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ വർത്തമാനങ്ങളാണ് ഈ അധ്യായത്തിൻ്റെ ഈ ജുസിൽ ആദ്യ ഭാഗത്ത് വരുന്നത്. തുടർന്ന് പള്ളി ആരാണ് പരിപാലിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നുണ്ട്. കഅബാലയം പരിപാലിച്ചിരുന്നവർ, ഹാജിമാർക്ക് വെള്ളം കൊടുത്തിരുന്നവർ, അങ്ങനെയുള്ള പണിയൊക്കെ നടത്തുന്ന മുശ്രിക്കീങ്ങളായ ബഹുദൈവ ആരാധകരായ ആളുകളെ ആ പ്രവർത്തനത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഇസ്ലാം അതിൽ ഇടപെടൽ നടത്താനുള്ള ന്യായം കൂടിയാണ് ഈ വചനങ്ങൾ. 17-ാമത്തേതും 18-ാമത്തേതുമായ ആയാത്തുകൾ. മാക്കാനലിൽ മുശ്രിക്കീന ഐ യഅ്മുറു മസാജിദല്ലാഹ്, അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കേണ്ടത് ബഹുദൈവ ആരാധകരല്ല. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിൻ്റെ പള്ളികൾ പരിപാലിക്കേണ്ടത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും പരലോകത്തിൽ വിശ്വസിക്കുന്നവരുമായ ആളുകളാണ്. വ അഖാമ സ്വലാത്ത, നമസ്കാരം നേരെ ചൊവ്വേ നിർവഹിക്കുന്നവരാണ്. വ ആത സക്കാത്ത് നൽകുന്നവരാണ്. വലം യക്ഷ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഭയപ്പെടാത്തവരുമായിരിക്കണം. ഈ പ്രഖ്യാപനം ഈ ഭാഗത്ത് വരുന്നുണ്ട്. തുടർന്ന് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗ്ഗത്തിൽ നിലകൊള്ളുന്ന വിശ്വാസികൾക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. അതിൻ്റെ തുടർച്ചയിൽ തന്നെ വിശ്വാസികളുടെ ഒരു ആഹ്വാനം നടത്തുന്നുണ്ട്. കുൽ, പ്രവാചകരെ അങ്ങ് അവരോട് പറഞ്ഞേക്കുക, ഇൻകാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും വ അസ്വാജുക്കും വ അഷീറത്തുക്കും വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹ വ മസാകിനു തർലൗനഹ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി വ ജിഹാദിൻ ഫീ സബീലി ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബി അംരി. നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ സന്താനങ്ങൾ, സഹോദരി സഹോദരന്മാർ, ഇണതുണകൾ, നിങ്ങളുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ, നിങ്ങളുടെ കുന്നുകൂട്ടി വെച്ച ധനം, നിങ്ങളുടെ നഷ്ടം വരുമെന്ന് ഭയപ്പെടുന്ന കച്ചവടം, അതുപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട താമസ സ്ഥലങ്ങൾ, ഇതൊക്കെയാണ് അള്ളാഹുവിനേക്കാളും അവൻ്റെ പ്രവാചകനേക്കാളും അവൻ്റെ ദീനിൻ്റെ മാർഗ്ഗത്തിലെ ധർമ്മസമരത്തെക്കാളും വിശ്വാസികളെ നിങ്ങൾക്ക് ഇഷ്ടകരമായിട്ടുള്ളത് എങ്കിൽ ഫതറബ്ബസു, നിങ്ങൾ കാത്തിരിക്കുവിൻ, ഹത്താ യഅതി അല്ലാഹു ബി അംരി, അള്ളാഹുവിൻ്റെ കൽപ്പനയുമായിട്ട് അവൻ്റെ മലക്കുകൾ വരും വരെ നിങ്ങൾ കാത്തിരിക്കുവിൻ എന്ന് വിശദീകരിച്ചുകൊണ്ട് കൃത്യമായ ഒരു താക്കീത് നൽകുന്നത് ഈ ഭാഗത്താണ്. തുടർന്ന് വിശ്വാസി സമൂഹത്തോട് ആഹ്വാനം ചെയ്യുന്നു, അധിക പണ്ഡിതന്മാരും പുരോഹിതന്മാരും ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നവരാണ് എന്ന്. ആ ആയത്തിൻ്റെ തുടർച്ചയിൽ തന്നെ ധനം സ്വർണവും വെള്ളിയുമായി കുന്നുകൂട്ടി വെക്കുന്നതിനെതിരെയുള്ള വർത്തമാനവും വരുന്നു. 34-ാമത് വചനം സൂറ തൗബയിലെ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഇന്ന കസീറ മിനൽ അഖ്ബാരി വർ റുഹ്ബാൻ, നിശ്ചയം അധിക പണ്ഡിതന്മാരും പുരോഹിതന്മാരും ലയഅ്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ, അവർ ജനങ്ങളുടെ ധനം അന്യായമായി ഭുജിക്കുന്നവരാണ്. വയസുദ്ദൂന അൻ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്യുന്നു. വല്ലദീന യക്നിസൂന ദഹബ വൽ ഫില്ല, വെള്ളിയും സ്വർണവും കുന്നുകൂട്ടി വെക്കുന്നവർ, അത് സൂക്ഷിപ്പാക്കി വെക്കുന്നവർ. വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാ, അതിൽ നിന്ന് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാത്തവർ. ഫബശ്ശിർഹും ബി അദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് പ്രവാചകരെ അങ്ങ് അറിയിക്കുക. യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം, നരകത്തിൽ വെച്ച് അവർ സൂക്ഷിച്ചു വെച്ച ഈ സ്വത്തുക്കളെല്ലാം കൂടി
ചുട്ടുപഴുപ്പിച്ച് ഫത്തുക്കുവാ ബിഹാ ജിബാഉഹും വ ജുനൂബുഹും വ ലുഹൂറുഹും, അവിടെ നെറ്റിയിലും അവരുടെ പാർശ്വങ്ങളിലും അവിടെ പുറത്തുമൊക്കെ അതുകൊണ്ട് ചൂട് വെക്കപ്പെടും. ആദാമ കനസ്തും ലി അംഫുസിക്കും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സൂക്ഷിച്ചിരുന്ന, നിങ്ങൾ കുന്നുകൂട്ടിയ സ്വത്തുക്കളാണിത്. ഫദൂഖൂമാ കുന്തും തക്നിസൂൻ, നിങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്വത്തുക്കൾ നിങ്ങൾ നന്നായി ആസ്വദിക്കുവിൻ എന്ന് അവരോട് പറയുകയും ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ ധനവ്യയത്തെക്കുറിച്ചുള്ള, സക്കാത്ത് ഉൾപ്പെടെ ഇസ്ലാമിൻ്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കേണ്ട കാര്യത്തെക്കുറിച്ചുള്ള, ധനം കുന്നുകൂട്ടി വെക്കുന്നതിന് എതിരായിട്ടുള്ള, ഡെഡ് മണിയായി സ്വർണവും വെള്ളിയും സൂക്ഷിക്കുന്നതിന് എതിരായുള്ള വർത്തമാനങ്ങളാണ് ഈ ഭാഗത്ത് ഉൾക്കൊള്ളുന്നത്. ഇതിന് തുടർച്ചയിൽ തന്നെ ഈ അധ്യായത്തിൽ 60-ാം ആയത്തിൽ സക്കാത്തിൻ്റെ ഇനങ്ങൾ, ആർക്കൊക്കെയാണ് സക്കാത്ത് നൽകേണ്ടതെന്ന് വിശദീകരിക്കുന്നുണ്ട്. സൂറ തൗബയിലെ 60-ാമത് ആയത്താണ്. 8 ഇനങ്ങൾ, സക്കാത്തിൻ്റെ 8 ഇനങ്ങൾ അവിടെ പരാമർശിക്കുന്നുണ്ട്. തുടർന്ന് വരുന്ന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വർഷത്തെ 12 മാസമാക്കി നിജപ്പെടുത്തിയിട്ടുണ്ട്. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ അതാണ് അതിൻ്റെ ക്രമം എന്ന് പഠിപ്പിക്കുന്നു. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫി കിതാബില്ലാ യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. അള്ളാഹു ആകാശഭൂമികളെ സൃഷ്ടിച്ച നാൾ മുതൽ വർഷം 12 മാസങ്ങളെ നിജപ്പെടുത്തിയിരിക്കുന്നു എന്ന് 36-ാമത് വചനത്തിൽ പറയുന്നു. ആ ക്രമം തന്നെയാണ് ഇന്നും ലോകത്ത് നിലനിൽക്കുന്നതെന്ന യാഥാർത്ഥ്യം നാം അറിയണം. അതിൻ്റെ തുടർച്ചയിൽ വിശ്വാസികളോട് യുദ്ധത്തിന് ആഹ്വാനമുണ്ടായാൽ എന്തുകൊണ്ട് നിങ്ങൾ പുറപ്പെടുന്നില്ല, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലെ ആഹ്വാനം നിങ്ങൾ എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, മാലക്കും ഇദാ ഖീല ലക്കും ഇൻഫിറൂ ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഇറങ്ങി പുറപ്പെടാൻ ആഹ്വാനം ചെയ്യപ്പെട്ടാൽ ഇസ്താഖൽത്തും ഇലൽ അർദ്, നിങ്ങൾ എന്തുകൊണ്ട് ഭൂമിയിൽ അമർന്നിരിക്കുന്നു, എന്തുകൊണ്ട് നിങ്ങളത് തയ്യാറാവുന്നില്ല? ആ റളീത്തും ബിൽ ഹയാത്തി ദുനിയ മിനൽ ആഖിറ, പരലോകത്തേക്കാൾ നിങ്ങൾക്ക് ഇഷ്ടം ഈ ഭൗതിക ജീവിതവും അതിൻ്റെ സുഖലോലുപതയുമാണോ? ഫമാ മതാഉൽ ഹയാത്തി ദുനിയ ഫിൽ ആഖിറത്തി ഇല്ലാ ഖലീൽ, എങ്കിൽ അറിയണം പരലോകവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ ഭൗതികമായ സുഖാഡംബരങ്ങളെല്ലാം യഥാർത്ഥത്തിൽ വളരെ തുച്ഛമാണ് എന്ന് പഠിപ്പിക്കുന്നു. തുടർച്ചയിൽ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ പ്രവാചകൻ നിങ്ങൾ സഹായിക്കണം, നിങ്ങൾ സഹായിക്കുന്നില്ലെങ്കിൽ അള്ളാഹു സഹായിക്കും. സഹായിച്ച സന്ദർഭമായിട്ട് സൗർ ഗുഹയിൽ ഹിജറ വേളയിൽ പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഒന്നിച്ചുണ്ടായ വേളയും അതിൽ അള്ളാഹു നൽകിയ സഹായവും ഈ സൂറ തൗബയിലെ 40-ാമത് ആയത്തിൽ ഉദ്ധരിക്കുന്നു. ഇല്ലാ തൻസുറൂഹു, നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുന്നില്ലെങ്കിൽ ഫഖദ് നസറഹുല്ലാഹ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട്. ഇത് അഖ്റജഹുല്ലദീന കഫറു, നിഷേധികൾ അദ്ദേഹത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കിയ സന്ദർഭം. സാനിയസ്നനി ഇത് ഹുമാഫിൽ ഗാർ, രണ്ടു പേർ ആ ഗുഹയിൽ അഭയം തേടിയ പശ്ചാത്തലം. ഇത് യഖൂലിൽ സാഹിബിഹി, പ്രവാചകൻ തൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ലാ തഹ്സൻ, അങ്ങ് ദുഃഖിക്കേണ്ട, ഇന്നല്ലാഹ മഅന, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന്. ഫഅൻസൽ അല്ലാഹു സക്കീനത്തഹു അലൈഹി, അള്ളാഹു തൻ്റെ ശാന്തത അദ്ദേഹത്തിൻ്റെ മേൽ ഇറക്കി. വയ്യദഹു, അദ്ദേഹത്തെ ശക്തിപ്പെടുത്തി. വിജുനൂദിൻ ലം തറൗഹ, അവർ കാണാത്ത ഒരു സൈന്യത്തെ കൊണ്ട്. വജഅല കലിമത്തല്ലദീന കഫറുസ് സുഫ്ല, അങ്ങനെ അള്ളാഹു നിഷേധികളുടെ വചനത്തെ താഴെയാക്കി. വ കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ, അള്ളാഹുവിൻ്റെ വചനത്തെ ഉയർത്തുകയും ചെയ്തു. വല്ലാഹു അസീസുൻ ഹക്കീം, അള്ളാഹു ഏറെ അത്യുന്നതനും യുക്തിജ്ഞനുമാണ്, അജയ്യനുമാണ് എന്ന് വിശദീകരിക്കുന്നു. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ സഹായിച്ചു, നിങ്ങൾ അദ്ദേഹത്തെ സഹായിക്കണം, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അത്തരത്തിൽ ഈ മാർഗ്ഗത്തിൽ എഴുന്നേറ്റ് പുറപ്പെടാൻ, ഇറങ്ങിപ്പുറപ്പെടാൻ നിങ്ങൾക്ക് പറ്റണം. അള്ളാഹുവിൻ്റെ വചനം ഉയർന്നു നിൽക്കണം എന്ന് വിശദീകരിക്കുന്നുണ്ട്. തുടർന്നുള്ള ഈ ഭാഗത്ത് മുനാഫിക്കുകളെക്കുറിച്ചുള്ള ധാരാളം പരാമർശങ്ങളുണ്ട്. കപടവിശ്വാസികളെക്കുറിച്ചുള്ള പരാമർശം ഈ അധ്യായത്തിലും ഒരു മുഖ്യ പ്രതിപാദനമാണ്. അവരുടെ ഭാഗത്തു നിന്നുള്ള അന്യായങ്ങൾ, അവരെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ, അതെല്ലാം ഈ ഭാഗത്ത് ധാരാളമായിട്ട് എടുത്തുദ്ധരിക്കുന്നു. എന്നല്ല, ഈ ആളുകൾ യഥാർത്ഥത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗ്ഗത്തിൽ നിലകൊള്ളുന്നവർക്കെതിരെ പ്രവർത്തിക്കുന്നവരാണെന്നും അൽ മുനാഫിഖൂന വൽ മുനാഫിക്കാത്ത് ബഅ്ളുഹും മിൻ ബഅ്ള്, അവർ പരസ്പരം ഉറ്റ മിത്രങ്ങളും പരസ്പരം ഒന്നിച്ച് സഹകരിക്കുന്നവരും സഹായിക്കുന്നവരുമാണ് എന്നും. വഅദല്ലാഹുൽ മുനാഫിഖീന വൽ മുനാഫിക്കാത്തി വൽ കുഫാറ നാറ ജഹന്നമ ഖാലിദീന ഫീഹ, അങ്ങനെയുള്ള മുനാഫിക്കുകൾ, കപടന്മാരായ ആളുകൾ, കപടവിശ്വാസികളായ പെണ്ണുങ്ങൾ, മുനാഫിക്കാത്തുകൾ, നിഷേധികൾ, അവർക്കൊക്കെ അള്ളാഹു നരകശിക്ഷയാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്നും ആ മുനാഫികളെക്കുറിച്ച് പറയുന്നുണ്ട്. തുടർന്ന് വിശ്വാസികളും ഇவ்விധം ആണും പെണ്ണും ഒന്നിച്ചു നിൽക്കണം, ദൗത്യം നിർവഹിക്കണം. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅ്ളുഹും ഔലിയാഉ ബഅ്ള്, വിശ്വാസികളായ പുരുഷന്മാരും വിശ്വാസിനികളായ സ്ത്രീകളും പരസ്പരം ആത്മമിത്രങ്ങളും ഉറ്റ ബന്ധുക്കളുമായി നിലകൊള്ളണം. അങ്ങനെയാണ് അവരുണ്ടാവേണ്ടത്. യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, അങ്ങനെ ഒന്നിച്ചു നിന്ന് നന്മ സ്ഥാപിക്കാൻ, തിന്മ ഇല്ലായ്മ ചെയ്യാൻ, ധർമ്മ സംസ്ഥാപനം, ഇഖാമത്തുദ്ദീൻ, അതിനുവേണ്ടി അവർ പണിയെടുക്കണം. വയുഖീമൂന സ്വലാത്ത്, നമസ്കാരം നിലനിർത്തണം. വയുത്തൂന സക്ക, അവർ സക്കാത്ത് കൊടുക്കണം. വയുത്തിഊന അല്ലാഹ വറസൂലഹ, അള്ളാഹുവിനെയും റസൂലിനെയും, വയുത്തിഊന അല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. ഉലായിക സയർഹമുഹുമുല്ല, അവരോട് അള്ളാഹു കാരുണ്യം കാണിക്കും. ഇന്നല്ലാഹ അസീസുൻ ഹക്കീം, അള്ളാഹു സുബ്ഹാനഹു വ തആല അത്യുന്നതനും പ്രതാപവാനുമാണ്.
ഇങ്ങനെ ആ വിശദീകരണം മുന്നോട്ട് പോകുന്നു. മുനാഫിക്കുകളെക്കുറിച്ചുള്ള വിശദീകരണത്തോടു കൂടിയാണ്, അതിൻ്റെ കൂടുതൽ അവതരണമാണ് ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നത്. ആ അവതരണത്തോടു കൂടി ഈ സൂറ തൗബയിലെ 93-ാം വചനത്തോടു കൂടിയാണ് ഈ ജുസ് അവസാനിക്കുന്നത്, 10-ാമത് ജുസ്. ഇതിലെ പരാമർശങ്ങൾ ഏറെ പ്രസക്തമായ വിഷയങ്ങളാണ്. ഒരുപാട് വിഷയങ്ങൾ ഇതിൽ ഉള്ളടങ്ങിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമായി തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ആശയലോകത്തെ പ്രാപ്യമാക്കാൻ, പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ, ഉദവി നൽകുമാറാവട്ടെ.